ഇത്രയും നാൾ ഇവിടെ സർവീസ് ചെയ്തിട്ടും ശരിയാവാത്തതുകൊണ്ടാണ് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട്. അതെ, പല പ്രാവശ്യം ഈ ആഴ്ച ഈ വണ്ടി ഇറണ്ടതിന് മുമ്പത്തെ ആഴ്ച തന്നെ ഏതാണ്ട് ഒരാഴ്ചയിൽ 3 പ്രാവശ്യം കൊണ്ടുവന്ന് സർവീസ് ചെയ്താൽ മതി. അവർ ചെയ്തു തരും. ചെയ്തതിന് എൻ്റെ നിന്ന് പൈസയും മേടിക്കണില്ല, ഗ്യാരണ്ടി ഉണ്ടെന്നും പറഞ്ഞ് പൈസ മേടിക്കണില്ല. പക്ഷേ ഇതെങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്യാനാണെങ്കിൽ എങ്ങനെ ഇത് കൊണ്ടുനടക്കാൻ പറ്റും? CC അടയ്ക്കേണ്ട വാഹനത്തിന് ഭയങ്കര, ഈ വാഹനത്തിന് ഒരെണ്ണത്തിന് 60,000 രൂപ അളവ്, ഒരെണ്ണത്തിന് 50,000 രൂപ അളവുണ്ട്. പിന്നെ അത് കൂടാണ്ട് ടാക്സ്, ഇൻഷുറൻസ്. ടാക്സ് തന്നെ 85,000 രൂപയാണ് ടാക്സ് ഒരു വാഹനത്തിന്, അല്ല ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് വരുന്നത്. ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ സർക്കാർ കുറച്ചിട്ടുണ്ട്, അതൊരു വലിയ ഉപകാരമാണ്. ഇപ്പോൾ 50% ആക്കി തന്നേക്കുന്നത് വലിയൊരു ഉപകാരമാണ്. 2 ബസ് എടുത്തപ്പോഴത്തേക്ക് എത്ര രൂപയായി? ഒരു ബസ്സിന് ഇവിടെ നമുക്ക് വന്നേക്കണ വില 20 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മൾ പുറത്തു കൊണ്ടുപോയി കൊണ്ടോടി മോട്ടേഴ്സിനാണ് ബോഡി കിട്ടിയത്, അതിന് 12.5 രൂപ, 32 രൂപയോളമാണ് വന്നേക്കണം. മൊത്തം ഒരു 2 വണ്ടിക്കും കൂടി 65 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തിരിച്ചടവൊക്കെ എങ്ങനെയാണ്? അപ്പോൾ തിരിച്ചടവ് ഓരോ സാധനങ്ങൾ, ഇപ്പോൾ അമ്മച്ചി വീട് വിറ്റതിൻ്റെ കാശിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ ഈ 2 തവണത്തെ കാര്യങ്ങൾ നടത്തി കടം മേടിച്ച്. എന്താണ് ആവശ്യം? എന്താണ് ഈ 2 ബസ് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കാണ്? പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആവശ്യം ഈ മൈലേജിൻ്റെ പ്രശ്നവും ഇതും തീർത്ത് കാര്യങ്ങൾ ഭംഗിയാക്കി തരാം, നമുക്ക് ഓടിക്കാവുന്ന രീതിയിൽ സർവീസ്. അതുപോലെ ഇതുവരെ വന്നേക്കണ നഷ്ടങ്ങൾ അവർ നികത്തി തരാം, അവരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കണ നഷ്ടങ്ങൾ അവർ നികത്തി തരാം. ഈ ഇവർ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക. വണ്ടി തിരിച്ചെടുക്കണമെന്ന് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടാറ്റ വണ്ടി തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാര്യം വെച്ചാൽ അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും അവർ ചെയ്യണില്ല. അപ്പോൾ ഇനിയുള്ള ആരെങ്കിലും ഇവിടെ വന്ന് ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഇത് കണ്ട് അവർക്കെങ്കിലും ഈ അമ്പി പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ മുമ്പിൽ തന്നെ നിർത്തിയിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പല വണ്ടികളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഇതേ കംപ്ലൈൻ്റ് ആയിട്ട്. അവർക്കൊന്നും ഇത് ചെയ്യാനായിട്ടുള്ള പേടിയായിട്ടോ എന്തായിട്ടാണെന്ന് അറിയില്ല, അവരതിനകത്ത് ഇട്ടുകൊണ്ട് പോയേക്കാണ്. അവിടെ കിടക്കുന്നുണ്ട്. അത് പ്രിയദർശിനി പുതിയ സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പദ്ധതി നടപ്പാക്കിയതോടുകൂടി തന്നെ പ്രൈവറ്റ് ബസ് മേഖല വളരെയധികം തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രീ ഉള്ള ബസ്സിലാണല്ലോ കയറുള്ളൂ. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ വഴി കൂടെ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ബസ്സുകളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ദോഷത്തിലാണ് ബസ് സർവീസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഈ വണ്ടിയുടെ കാര്യം കൂടി ആയതോടുകൂടി എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാവേണ്ട ഒരു ഗതിയാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം എങ്കിലും ഉണ്ടാക്കി തരാനുള്ളൊരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാൻ.